കൂട്ടുകാരെ, അപ്പൊ ദേ ബേബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഒരുപാട് സ്ത്രീകളും ആൾക്കാരൊക്കെ ബേബി ചെമ്മണ്ണൂരിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പൂക്കളായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവര് പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോ. പറയുന്നത് സത്യമാണ്. അയാളെ കൂടെ ആടിപ്പാടി നിന്നിട്ടും സ്പോട്ടിൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് വേണം. അല്ലാണ്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് അതിനെ പറ്റിയിട്ട് കേസും കാര്യങ്ങളും കൊടുത്താൽ അതിനൊരു ഇത് കാണത്തില്ല. ആരും നമ്മൾ എന്ത് പറഞ്ഞാലും സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് വേണം കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടോക്കി നിങ്ങൾ. ഞങ്ങൾക്ക് സഹായ കണ്ടത്തിൽ പണിയെടുത്ത വരുമ്പത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. ഒരു സ്ത്രീക്ക് വേണ്ടിയല്ല, ഒരു സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയതാ. ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് സംരക്ഷിക്കണം. എത്ര ആൾക്കാർ പോകുന്നുണ്ട്. അതിനും വലിയ തെറ്റുകൾ അതിലും വേണ്ടത് ജീവിക്കുന്നില്ല ആൾക്കാര്. ആരും ചെയ്തിട്ടില്ല തെറ്റ്. ഒരുപാട് സഹായം ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ആ വീഡിയോസ് നിങ്ങൾ കാണിച്ച എല്ലാ വീഡിയോ ചാനലുകളിലും അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മഹാഭാരതത്തിലെ കുന്തിദേവിയെ പോലെ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. തെറ്റല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. അല്ല, അയാളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. കുന്തിദേവി എന്ന് പറഞ്ഞ എന്താ? അതേ പറഞ്ഞിട്ടുള്ളൂ സാറേ. സാറിനെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. നമ്മൾ ഒരു കൂട്ടം സ്ത്രീകൾ ആർക്കൊപ്പം അബോധക്കപ്പോ അല്ലേ? തെറ്റ് ചെയ്തിട്ടില്ല. നീതിയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് അതിനെ പ്രതിരോധിച്ചില്ല? ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം. അന്നേരം പ്രതികരിക്കാതെ ഇപ്പൊ എന്തിന് 4-5-6 മാസത്തിന് ശേഷം എന്തിനിപ്പം പ്രതിരോധിക്കുന്നത്? അന്ന് പ്രതികരിക്കാൻ സ്ത്രീകൾക്ക് എല്ലായിടത്തും നല്ല ഗവൺമെന്റ് നല്ല ഇത് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല? അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ബോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ. എന്നിട്ട് എന്തിനിങ്ങനെ പ്രതികരിച്ചു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ സ്ത്രീകളാണ്. എന്തിന് ബോച്ചപ്പെടുത്താൻ വേണ്ടി കാശ് മേടിച്ച് ചെയ്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമൂഹത്തിന് ഒന്നടങ്കം വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഹണിറോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ എവിടെ? ഞങ്ങൾ പല ജില്ലക്കാരാണ്. തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം ഉണ്ട്, വയനാടുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട് തിരുപ്പൂരിൽ നിന്ന് പോലും ആൾക്കാർ വന്നിട്ടുണ്ട് ബോച്ചയ്ക്ക് വേണ്ടി. കാസർഗോഡ്, മലപ്പുറം, വയനാട്. പറയാനുള്ളത് ഹണി റോസിന് ശിക്ഷ കൊടുക്കണം. അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു? 4 മാസം കഴിഞ്ഞപ്പോഴാണോ അവൾക്ക് വിവരം വെച്ചത്? അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു. ഇതിന് കൂട്ടുനിന്ന കോടതി, മന്ത്രിസഭ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. ഓക്കെ, ഞങ്ങൾക്കെല്ലാം അപമാനമാണ് ഹണി റോസ് അങ്ങനെ വസ്ത്രം ധരിക്കുന്നത്. സ്ത്രീകൾ കൂടി അപമാനമാണ്. അവര് പ്രദർശനത്തിനായിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്ന നിങ്ങളുമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തിഗതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? വസ്ത്രസ്വാതന്ത്ര്യം അന്നേരം ഒരു കാര്യമുണ്ട്. വസ്ത്രം ഏതും ധരിക്കാം. പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കളയാനും പഠിക്കണം. എന്ത് തുണി ഇട്ടോണ്ട് ഇറങ്ങിയിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു, അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു, അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയരുത്. അത് പറയരുത്. വസ്ത്രസ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. അദ്ദേഹം പറഞ്ഞാൽ തെറ്റില്ല ഉണ്ട്. പക്ഷെങ്കിൽ അത് ഇട്ടോണ്ട് ഇറങ്ങുന്നവർ ഓർക്കണം, ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന്. അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വസ്ത്രം ധരിക്കുന്നുണ്ടാണോ
പലതരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണോ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത്? അതൊരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഒരു ഏത് വസ്ത്രം ധരിക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുള്ളതല്ല. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. പക്ഷേ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടുകൊണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. പറയുന്ന ആൾ എന്തോ വസ്ത്രം ധരിച്ചു വിചാരിച്ച ഒരാൾ ഒരു വസ്ത്രം ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞത്, സമൂഹത്തിലുള്ള ഏത് സ്ത്രീ ഏത് വസ്ത്രം വേണമെങ്കിലും ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ധരിക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ഉടുത്തോണ്ടിറങ്ങുന്ന തുണിയെ പറ്റി മറ്റുള്ളവർ കമന്റ് പറയുമെന്ന് ബോധമുണ്ടായിരിക്കണം സ്ത്രീക്ക്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു സ്ത്രീയാണ്. പുരുഷന്മാരുടെ കൂട്ട് സ്ത്രീകൾക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഗവൺമെൻറ് തന്നിട്ടുണ്ട്. പക്ഷേ ഇട്ടുകൊണ്ടിറങ്ങുന്ന ഡ്രസ്സിനെ പറ്റി സമൂഹ മാധ്യമങ്ങൾ അല്ലെ സമൂഹങ്ങൾ പലതും പറയും. അതിനെ അതിജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇട്ടുകൊണ്ടിറങ്ങാവൂ. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനെ അതിജീവിക്കാൻ കഴിവില്ലെങ്കിൽ ആ ഡ്രസ്സ് ഇടരുത്. അതാണ്. ഇന്നലെ മുതൽ ഇത് തന്നെയല്ലേ നിങ്ങൾ മമമാധ്യമങ്ങൾ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വീണ്ടും വീണ്ടും ഇത് തന്നെ സ്ത്രീകളുടെ വായിൽ നിന്ന് കേൾക്കണമെന്ന് വല്ല ഇതുണ്ടോ? ഇന്നലെ മൊത്തം നിങ്ങൾ ഇത് പറഞ്ഞില്ലേ? പറഞ്ഞ ഈ ബോച്ച ഉണ്ടല്ലോ, അയാൾ എല്ലാവർക്കും ഒരു സഹായിയാണ് കേട്ടോ. അപ്പോൾ ഇയാളെ ഈ കേസിൽ കുടുക്കിയിട്ട് അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പോ കൊലയാളികൾ തന്നെ നാട്ടിലിറങ്ങി സുഖവാസത്തിൽ ജീവിക്കുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ചിട്ട് ജയിലിൽ അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര ആൾക്കാരെ കൊന്നിട്ട് കൊലയാളികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പുറത്ത് വിലസി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ കണ്ട സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇതെന്താ ഇയാളെ മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് ജയിലിലടയ്ക്കുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷെ ഇപ്പൊ തന്നെ മറ്റേ ഹേമ കമ്മിറ്റിയുടെ പ്രശ്നം വന്നല്ലോ, അതിലും ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം നിസ്സാരമായിട്ട് അങ്ങ് പോയി.